നമസ്കാരം, എല്ലാവർക്കും പ്രസീസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു അയലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അയലപ്പുളി കേട്ടോ, വറുത്തരച്ച അയലപ്പുളിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ചിത്രത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അയലപ്പുളി ഉണ്ടാക്കാൻ നോക്കാം. കുറച്ച് ചെറിയുള്ളി എടുത്ത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 100 ഗ്രാമിൽ കൂടുതൽ വരും കേട്ടോ. ഇത് കഴുകി ഒന്ന് ചെറുതായി മുറിച്ചെടുക്കാം. ഒരു ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ കൊത്തമല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ എന്നിവ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വറുക്കണം. ഇനി നമുക്ക് മുളക് ചേർക്കാം. 10 ചുവന്ന മുളകാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് മുളകിൻ്റെ എരിവിനനുസരിച്ച് മുളക് എടുക്കുക കേട്ടോ. മുളകും കൂടി ഒന്ന് വറുത്തെടുക്കണം. മുളകും മല്ലിയും നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 8-10 ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കണം. ഉള്ളി ഇപ്പോൾ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. മുളകും മല്ലിയും നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ മുളകും മല്ലിയും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. 2 കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളി അല്ലിയും തൊലി കളഞ്ഞ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കണം. അതിനോടൊപ്പം തന്നെ കുറച്ച് പുളി എടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. വലിയ ഒരു തേങ്ങയുടെ പകുതി ചിരകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലാക്കി വയ്ക്കാം. ഇനി എണ്ണയിലേക്ക് കുറച്ച് വെന്തയം ചേർക്കുന്നുണ്ട്. ഉലുവ കേട്ടോ. നമ്മൾ മുളകും മല്ലിയും വറുക്കുന്ന സമയത്ത് ഉലുവ ചേർത്തിരുന്നു. അതുകൊണ്ട് വളരെ കുറച്ച് ഉലുവ ചേർത്താൽ മതി. 1/4 ടീസ്പൂണിലും കുറവ് ഉലുവയാണ് ഞാൻ ചേർക്കുന്നത്. ഉലുവ നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയും പച്ചമുളകും നല്ലതുപോലെ വഴറ്റിയെടുക്കണം.
മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വഴറ്റിയെടുക്കുക. ഉള്ളിയും പച്ചമുളകും നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മുളകും മല്ലിയും ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ ഉടയുന്നത് വരെ ഇളക്കി കൊടുക്കുക. തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് പുളി പിഴിഞ്ഞെടുത്ത വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. പുളി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങ തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഹൈ ഫ്ലെയിമിലാക്കി വയ്ക്കാം. മീൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 2 സൈഡും വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ 2 സൈഡും വരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങയും വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം പാത്രം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. മീൻ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ ഉടയാതെ വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അടുത്ത തവണ അയലക്കറി വയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. നന്ദി.